എല്ലാവർക്കും നമസ്കാരം. ഒരു എഴുത്തുകാരനെ അവൻ്റെ ജീവിത അനുഭവങ്ങൾ എത്രമേൽ സ്വാധീനിക്കുന്നുണ്ടാവാം. ഈ വിഷയം, ഈ കാര്യം ഞാൻ എൻ്റെ പരിചയമുള്ള അടുത്ത ഒന്ന് രണ്ട് എഴുത്തുകാരോടും എഴുത്തുകാരിയോടും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ വിഷയം നേരിട്ട് ചോദിച്ചത് പ്രിയപ്പെട്ട എഴുത്തുകാരിയായ ഹരിത സാവിത്രിയോടാണ്. തൃശ്ശൂർ DC ബുക്സിൽ നടന്ന ഒരു സംവാദത്തിനിടയിൽ പ്രിയപ്പെട്ട എഴുത്തുകാരി ഹരിത സാവിത്രിയോട് ഈ ചോദ്യം ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു. ഹരിത സാവിത്രി പറഞ്ഞത് ജീവിതാനുഭവങ്ങൾ എമ്പാടും അവരുടെ എഴുത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന ഒരു മറുപടിയാണ് എന്നോട് അന്ന് പറഞ്ഞത്. ഇപ്പോൾ വായിച്ചു തീർത്ത ബെന്യാമിൻ്റെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്ന അനുഭവക്കുറിപ്പുകൾ അടങ്ങുന്ന ചില ലേഖനങ്ങൾ വായിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായതും ഏതൊരു എഴുത്തുകാരൻ്റെയും സ്വന്തം അനുഭവങ്ങൾ, സ്വാനുഭവങ്ങൾ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. തെറ്റിദ്ധരിക്കരുത്. സ്വന്തം അനുഭവം എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം അനുഭവം മാത്രം എഴുതിയാൽ ഒരു കഥയെ, ഒരു നോവൽ മാത്രമേ എഴുതാൻ കഴിയൂ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഒരു ചെറിയ വായനക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അനുഭവം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും നാം നേരിട്ട് അവിടെ പ്രസന്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യ നടത്തുന്ന ഉക്രൈൻ യുദ്ധത്തിൽ, അധിനിവേശത്തിൽ അവിടെ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് വരുന്ന കുട്ടികളും അതുപോലെ തന്നെ മനുഷ്യരുടെയും വേദനയും ചോരയും നീരും കണ്ണുനീരും ഒക്കെ എന്നെ സ്പർശിക്കുന്ന ഒരു സംഗതിയാണ്. അത് എനിക്കൊരു അനുഭവമാണ്. അതിന് ഞാൻ ഉക്രൈനിൽ പോകേണ്ടതില്ല. ഗാസയിൽ, പാലസ്തീനിലും നടക്കുന്ന അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ വേദനകളും നിലവിളികളും അത് എനിക്കൊരു അനുഭവമാണ്. അതൊരിക്കലും ഞാൻ അവിടെ പോകെ നേരിട്ട് കാണേണ്ടതില്ല. മറ്റൊരാളുടെ ദുഃഖത്തെയും മറ്റൊരാളുടെ ജീവിത പരിസരത്തെയും മനസ്സിലാക്കുന്നതിന് നാം അവരോട് എമ്പത്തറ്റിക് ആയാൽ മാത്രം മതി എന്നാണ് ഞാൻ കരുതുന്നത്. ബെന്യാമിൻ എഴുതിയ സ്വന്തം അനുഭവങ്ങൾ കടന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്ന ഈ മനോഹര പുസ്തകം വായിച്ചു തീർത്തപ്പോൾ എനിക്ക് തോന്നിയതും അതാണ്. ഒരു പക്ഷേ ബെന്നി ഡാനിയൽ എന്ന് പറയുന്ന ഒരു നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ ബെന്യാമിൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ നിരവധിയായ പുസ്തകങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ട്. അത്തരത്തിൽ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ മനോഹരമായ പട്ടികയിൽ ഒന്നുകൂടി ചേർക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ മാത്രമാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഇതൊരു ഫിക്ഷൻ അല്ല എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്, ഒരു രചനയാണ് ഇത് എന്ന് പറയാതെ വയ്യ. എല്ലാവരും ഈ പുസ്തകം വായിക്കുന്നത് നമ്മുടെ തന്നെ ജീവിത പരിസരങ്ങളെ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കാൻ സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.